ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ലാലയുടെ സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾ പഴം നന്നായിട്ട് അരിഞ്ഞ് വെക്കുക. അതിനുശേഷം കുറച്ച് ശർക്കര എടുക്കുക. പഴത്തിന് നല്ല മധുരം ആയതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ശർക്കര എടുത്തത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് അതിനനുസരിച്ച് കുറച്ച് തേങ്ങ എടുക്കാം കേട്ടോ. അതിനുശേഷം പാൻ നന്നായിട്ട് ചൂടാക്കുക. നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിക്കുക. നെയ്യ് നന്നായിട്ട് ഒഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചു നമ്മളെല്ലായിടത്തോട്ടും ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഓരോരോ പഴമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ലാലേട്ട സ്പെഷ്യലാണ്. ഞാൻ ഇത് ആദ്യമായിട്ട് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ലാലേട്ട സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഉണ്ടാക്കിയതാണ്. കണ്ടോ, അടിപൊളിയല്ലേ? എന്നിട്ട് നമ്മൾ പഴം നന്നായിട്ട് അതൊന്ന് ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കണം. കണ്ടോ, കുറച്ചും കൂടി ഒരു ഗോൾഡൻ കളറൊക്കെ വരണം. ഗോൾഡൻ കളറൊക്കെ ആയി വരുമ്പോൾ നമ്മൾ മാറ്റി ഒരു പാത്രത്തിലേക്ക് ആക്കുക. നല്ല രസമുണ്ട്. നമുക്ക് നന്നായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഴം എടുക്കാം. ഞങ്ങളിവിടെ എടുത്തേക്കുന്ന 2 പഴം മുറിച്ച് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുത്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാകാം കേട്ടോ. ഞങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞതന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ അതൊന്ന് ഫ്രൈ വരുന്നതിന് ശേഷം തന്നെ നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ കിട്ടുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുക. അതിൻ്റെ കൂടെ അതും യോജിപ്പിച്ച് ഒന്ന് വറുത്ത് എടുക്കുക. ഒന്ന് ഇതാക്കി എടുക്കുക കേട്ടോ. യെസ്, നന്നായിട്ട് അത് ഇളക്കി അതിൻ്റെ കൂടെ ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് എടുക്കാം. ഒരു ബ്രൗൺ ഗോൾഡനിഷ് കളർ വരുമ്പോൾ നമുക്ക് എടുക്കാം. അതുവരെ ഇങ്ങനെ ഇളക്കാം കേട്ടോ. നമുക്ക് നല്ല ഭംഗിയുണ്ട്. തേങ്ങയൊക്കെ ആദ്യം നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്ത് തേങ്ങ ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്നിട്ട് അതൊന്നൊരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നമ്മളെടുത്ത് വെച്ചിരുന്ന നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ശർക്കര ഇവിടെ പൊടിച്ചിട്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് ആവശ്യം എങ്ങനെ പൊടിച്ചിട്ട് ഇടാം. എന്നിട്ട് അതും കൂടി അതിൻ്റെ കൂടെ യോജിപ്പിക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഇളക്കി ഇവിടുന്നൊക്കെ എടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക. ഞങ്ങൾ ആരും അങ്ങനെ മധുരമൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് അമ്മ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ മധുരപ്രിയകളൊന്നുമില്ല. ഞങ്ങൾ കുറച്ചൊക്കെ കഴിക്കത്തുള്ളൂ. മധുരം അങ്ങനെ അധികം കഴിക്കാറൊന്നുമില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി അതിൻ്റെ കൂടെ യോജിപ്പിച്ചെടുക്കുക. കുറേ ടൈം ഇങ്ങനെ ഇളക്കണം കേട്ടോ. അതിൽ ബ്രൗൺ കളറായി വരുന്നവരെ ഗോൾഡനിഷ് കളറായി വരുന്നവർ ഇങ്ങനെ ഇളക്കുക. അതിനുശേഷം നമ്മൾ അതൊരു ചില്ല് പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക. കണ്ടോ ഗൈസ്, നല്ല ഭംഗിയുണ്ട്. നമ്മൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഫുൾ ആ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെക്കുക. നൈസ് ഒരു ഗോൾഡൻ കളർ, ഫുള്ള് ഗോൾഡൻ കളർ കഴിഞ്ഞ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്തൊരു മെയിൻ സാധനം വരാൻ പോയി കേട്ടോ. നല്ല ഭംഗിയില്ലേ? സിനിമയുടെ മെയിൻ സാധനം വരാൻ പോണത്. അടുത്തതായിട്ട് നമ്മൾ വാനില ഐസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത്. 10 രൂപയുടെ ചെറിയ ഐസ്ക്രീം ഉണ്ടാവില്ല, അത് നമ്മളിങ്ങനെ ഞങ്ങൾ
ഇവിടെ 3 ഐസ്ക്രീംസാണ് 3 ടൈപ്പല്ല, വാനില തന്നെയാണ്. അത് 3 ഇതേ ഉള്ളൂ. അത് നമ്മൾ ഒരെണ്ണം ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ സ്കൂപ്പിയുടെ സാധനം ഇല്ലാത്തതുകൊണ്ടാണ് സ്പൂൺ വെച്ചിടുന്നത്. കണ്ടോ നമ്മളങ്ങനെ എല്ലാം ആ 3 എണ്ണം നമ്മളിടുക. അതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ചൊക്കെ അമ്മ ഞങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. സ്നേഹനിധിയായ അമ്മയായതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം തരുന്നുണ്ട്. ഞങ്ങളിങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അമ്മ ചോദിച്ചു കൊടുത്തേക്കാന്ന് ചോദിച്ചു. അമ്മ ആ 3 പകുതി നമുക്ക് തന്നു. അതിന് എല്ലാം നമ്മൾ സെർവ് ചെയ്യുക. ഒരു പാത്രം കൂടെ ഉണ്ട്, അതും കൂടി അമ്മ ഇപ്പോൾ ഇടും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. അച്ഛൻ 3 എണ്ണം വാങ്ങിച്ചിട്ട് ഞങ്ങൾ 3 എണ്ണം ഇട്ടുവെന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളും ഉണ്ടാക്കി ഗൈസ് ലാലേട്ട സ്പെഷ്യൽ സാധനം. എങ്ങനെയുണ്ട്? അപ്പോൾ മൂന്നാമത്തെയും കൂടി നമ്മൾ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം കേട്ടോ ഐസ്ക്രീമൊക്കെ. ഞങ്ങൾ അങ്ങനെ സെറ്റാക്കി എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഫോട്ടോ സെക്ഷൻ, വീഡിയോ സെക്ഷൻ ആണ്. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവോ? ഞങ്ങളും ഉണ്ടാക്കി ലാലേട്ടൻ സ്പെഷ്യൽ. എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അമ്മയാണ് പറഞ്ഞത് ലാലേട്ടൻ സ്പെഷ്യലാണെന്ന് എനിക്കറിയാം. ഇനി അമ്മയാണ് ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. ആ പഴവും തേങ്ങാക്കൊത്തും ശർക്കരയും ഐസ്ക്രീം എല്ലാം കൂടി അങ്ങോട്ട് ഇങ്ങനെ കോരി അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് കൂടെ മിക്സ് ചെയ്യണം. മിക്സ് എന്നിട്ട് നമ്മളങ്ങോട്ട് 1 സ്പൂൺ അങ്ങോട്ട് എടുത്ത് കഴിക്കുക. സാറേ ഇത് പറയാനാ, സൂപ്പർ സാധനം കേട്ടോ, സൂപ്പർ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കമൻറ്റ് ബോക്സിൽ മെസ്സേജസ് അയയ്ക്കുക. ബൈ.